ഇന്നിപ്പോൾ വി മുരളീധരനാണ് കൃത്യമായൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. 3 കക്ഷികൾ ഇതിലുണ്ട്. ഒരു കക്ഷി സർക്കാരാണ്. സർക്കാർ പറയുന്നോ ഇല്ലയോ എന്നത് സർക്കാരിന് തീരുമാനിക്കേണ്ടതാണ്. രണ്ടാമത്തെ കക്ഷി ADGP ആണ്. അദ്ദേഹം മൗനം ഭജിക്കുകയാണ്. അതേസമയം മൂന്നാമത്തെ കക്ഷി RSS ആണെന്നും RSS മറുപടി പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ദത്താത്രേയ മറുപടി പറഞ്ഞിട്ടില്ല. റാം മാധവ് മറുപടി ചോദിച്ചപ്പോൾ ഇപ്പോൾ തിരക്കാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റാം മാധവുമായി ബന്ധപ്പെട്ട് ഒരു കണ്ണൂരിലെ പ്രമുഖന്റെ പേര് കൂടി ഇപ്പോൾ വരികയുമാണ്. അപ്പോൾ ഇത് ആരാണ് പറയാതിരിക്കുന്നത്? ഇപ്പൊ പിണറായിക്ക് വിളിക്കാനുണ്ടാകും, RSSന് എന്താണ് വിളിക്കാനുള്ളത്? അങ്ങനെയെങ്കിൽ ഈ 2 കള്ളന്മാരും ഒരേ കപ്പലിൽ. അല്ല, ഞങ്ങള് പറഞ്ഞല്ലോ, ഇത് BJP ഉത്തരം പറയേണ്ട വിഷയമല്ല. ഇത് 3 ആളുകൾ, അതായത് കാണാൻ പോയ ആള്, മുഖ്യമന്ത്രി, പിന്നെ ആരെയാണോ കാണാൻ പോയത് ആ വ്യക്തി അല്ലെങ്കിൽ സംഘടന ഉത്തരം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക. ഞങ്ങൾ എന്ത് ഉത്തരം തരാനായിരുന്നു? ഞങ്ങൾക്ക് പറയാനുള്ളത് വി മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം, അല്ലെ എം ആർ അജിത് കുമാർ പറയണം, അല്ലെങ്കിൽ RSS പറയണം. അവര് പറയുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണോ RSSനെ സംബന്ധിച്ച്? RSS എന്ന് പറയുന്നത് എത്ര എന്താ പറയാ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു വന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് RSS മാത്രമല്ലല്ലോ. RSSനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഇതൊന്ന് കടന്നുകൂടാത്ത എന്തുകൊണ്ടെന്നതാണ് ചോദ്യം. അതിന് മുഹൂർത്തം നോക്കിയിരിക്കുന്നത് എന്തിനാണ് എന്നതാണ് ചോദ്യം. അവർക്ക് സൗകര്യമുള്ളപ്പോ അവർ ഉത്തരം പറയുന്നു. അതല്ലേ അവരുടെ സ്വഭാവം അറിയില്ലേ? അവര് വേറെ ആരെങ്കിലും വിചാരിച്ചാൽ RSSന്റെ സൗകര്യം കാത്തിരിക്കണം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ എന്നതാണ് ശ്രീ പത്മനാഭൻ പറയുന്നത്. RSSന്റെ മേധാവിയായ ഈ പറയുന്ന മോഹൻ ഭാഗവതിന് ഒരു മുഖാമുഖം കിട്ടുന്നില്ല മോദിയോട്. അപ്പോ സൗകര്യത്തിനനുസരിച്ച്, സ്വന്തം സൗകര്യത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിങ്ങനെ ഖ്യാതി അടിക്കുന്നുണ്ടല്ലോ VP ശ്രീ പത്മനാഭൻ ഇരുന്ന് RSSന്റെ നേതൃത്വത്തെ പറ്റി. ആ RSSന്റെ നേതൃത്വത്തിന്, അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സർസംഘചാലകന് മോദിയുമായൊരു കൂടിക്കാഴ്ച സാധ്യമല്ല.